ഇന്ത്യൻ ഓഹരി വിപണിയെ ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനധികൃത ഓഹരി നിർദ്ദേശങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമുകൾക്കും വ്യക്തികൾക്കുമെതിരെ സെബി നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇത്തരം നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസറായ അസ്മിത പട്ടേലിനും മറ്റ് 5 പേർക്കുമെതിരെ സെബി നടപടിയെടുക്കുകയുണ്ടായി. സ്വയം പ്രഖ്യാപിത സ്റ്റോക്ക് മാർക്കറ്റ് വിദഗ്ധയായ അസ്മിത പട്ടേൽ ഓൺലൈനിലെ സ്വാധീന ശക്തിയുള്ള സാന്നിധ്യമായിരുന്നു. സാമ്പത്തിക വിദ്യാഭ്യാസം എന്ന ലെവലിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സേവനമാണ് അവർ നൽകിയിരുന്നതെന്ന് സെബി കണ്ടെത്തിയത്. ആയിരക്കണക്കിന് ട്രേഡർമാർക്ക് മെന്ററിംഗ് നൽകുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അസ്മിത പട്ടേലിന് കനത്ത തിരിച്ചടിയാണ് വിപണി റെഗുലേറ്ററായ സെബിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. യൂട്യൂബറും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസറുമായ അസ്മിത പട്ടേൽ സ്വയം ഷീ വോൾഫ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് കൂടാതെ ഓപ്ഷൻ ക്യൂൻ എന്നിങ്ങനെയാണ് തന്നെ ചിത്രീകരിച്ചത്. ലോകമാകെ 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിക്ഷേപകർ അവർക്ക് ഇവർ മെന്റർഷിപ്പ് നൽകി എന്നു അവകാശപ്പെട്ടു. വിവിധ ഇടപാടുകളിലൂടെ അവർ 140 കോടി രൂപയിലധികം സമ്പാദിച്ചതായും ആരോപണങ്ങളുണ്ട്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിക്ഷേപ നിർദ്ദേശം നൽകിയിരുന്ന അസ്മിത പട്ടേലിന് ഫേസ്ബുക്കിൽ 73,000 ഇൻസ്റ്റാഗ്രാമിൽ 90,000 എന്നിങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ യൂട്യൂബിൽ അവർക്ക് 5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റ് വിവരങ്ങൾ പ്രകാരം 17 വർഷത്തെ ട്രേഡിംഗ് പരിചയവും 10 വർഷത്തിലധികമുള്ള ടീച്ചിങ് എക്സ്പീരിയൻസുമാണ് ഉള്ളതെന്ന് പറയുന്നു. അസ്മിത പട്ടേൽ അവരുടെ സ്ഥാപനമായ അസ്മിത പട്ടേൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡിംഗ് എന്നിവയ്ക്കാണ് സെബി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ കോഴ്സുകൾക്കായി ഉപയോക്താക്കളിൽ നിന്ന് വാങ്ങിയ 53 കോടി രൂപ തിരികെ നൽകാനും സെബി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അസ്മിത ജിതേഷ് ജേതലാൽ പട്ടേൽ, കിങ് ട്രേഡേഴ്സ്, ജെമിനി എന്റർപ്രൈസ്, യുണൈറ്റഡ് എന്റർപ്രൈസസ് എന്നീ സ്ഥാപനങ്ങൾക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരോട് മറ്റൊരു 104 കോടി രൂപ ഫീസ് സംബന്ധിച്ച് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്മിത പട്ടേൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകി എന്നാണ് സെബിയുടെ കണ്ടെത്തൽ. ഉയർന്ന ഫീസ് നൽകിയാൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്തതായും കാര്യക്ഷമമല്ലാത്ത ട്രേഡിംഗ് കോഴ്സുകളാണ് നൽകിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ വിവിധ പേരുകളിലുള്ള കോഴ്സുകളിലൂടെയാണ് പണം നൽകിയത്. ലെറ്റ്സ് മേക്ക് ഇന്ത്യ ട്രേഡ് LMIT കൂടാതെ MPAT മാസ്റ്റേഴ്സ് ഇൻ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആൻഡ് ഓപ്ഷൻ മൾട്ടിപ്ലയർ OM തുടങ്ങിയ കോഴ്സുകളിലൂടെ 53 കോടി രൂപ ഇത്തരത്തിൽ കൈപ്പറ്റിയതായും സെബി പറയുന്നു. എന്നാൽ ഇപ്പോഴത്തേത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ഈ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ വാദം വാദിക്കാനും നിരപരാധിത്വം തെളിയിക്കാനും അവസരമുണ്ടെന്നും സെബി അറിയിച്ചു.